ഈ അടുത്തിടെ തന്നെ നമ്മൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്തയായിരിക്കും, ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 10 വയസ്സുകാരൻ 12 വയസ്സുകാരിയെ സഹോദരിക്ക് MDMA കൊടുത്തു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ആ രാസലഹരി ഉപയോഗിക്കുന്ന ഈ പയ്യന് അവൻ്റെ സഹോദരിയാണ് ഈ കുട്ടി എന്നവന് മനസ്സിലായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മുടെ നാട്ടിലെ എല്ലാവരും പൊതുവെ എൻ്റെ കുട്ടി നന്നായി പഠിക്കുകയൊക്കെ ചെയ്യും, അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഒന്നും വരത്തില്ല എന്നായിരുന്നു ഒരു ധാരണ. പക്ഷെ അതിൽ നിന്ന് മാറി ഒരുപക്ഷെ അങ്ങ് ഈ തലശ്ശേരി കലാപത്തിൽ നേരിട്ടിറങ്ങിയതുപോലെ മുഖ്യമന്ത്രിയുടെ ഫുൾ വീര്യം സമൂഹത്തിലേക്ക് അങ്ങ് നേരിട്ടിറക്കാൻ സമയമായി നമുക്കിതൊക്കെ കാണുമ്പോൾ തോന്നുന്നു. അങ്ങയുടെ നിർദ്ദേശം പോലീസുകാർ കിട്ടിയിട്ടുണ്ട്, പോലീസുകാർ വളരെ സജീവമായിട്ടുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ കൊച്ചി പോലുള്ള നഗരങ്ങളിലൊക്കെ വ്യാപകമായ പരിശോധന റെയ്ഡ് നടക്കുന്നുണ്ട്. ഒരുപാട് ഇപ്പോൾ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പോലും 2 കിലോ കഞ്ചാവ് പിടിച്ചു എന്നുള്ള വാർത്ത വരുന്നു. അപ്പോൾ ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഒരുപക്ഷെ അങ്ങ് ഈ സമൂഹത്തിൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഒരു നിശ്ചിത സമയം ഇട്ട്, ഒരു 90 ദിവസമോ 150 ദിവസമോ ഇട്ടിട്ട് ഇതിന് തടയിടും എന്ന് അങ്ങ് നേരിട്ട് ഇടപെട്ട് പറയുന്ന ഒരു സമയമാണ് എന്നെപ്പോലുള്ള ആൾക്കാർ സ്വപ്നം. കാരണം അങ്ങേക്കിത് പറ്റും. കാരണം അങ്ങെടുത്തിട്ടുള്ള പല നിശ്ചിതമായ നിലപാടും ഈ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങയുടെ ഇതിനകത്തുള്ളൊരു തീരുമാനം എന്താണ് ഈ കാര്യത്തിൽ? ഇതൊരു ഗൗരവമായ വിഷയമായിട്ട് തന്നെയാണ് കാണുന്നത്. നമ്മൾ ഇതിനെ നമ്മുടെ സമൂഹത്തെ ബാധിച്ചിട്ടുള്ള ഏറ്റവും ഗൗരവമായ ഒരു രോഗമായിട്ട് തന്നെ കാണണം. യഥാർത്ഥത്തിൽ ഇതിന് മറ്റ് നിറങ്ങളൊന്നും ചാർത്താൻ പാടില്ല. ഇതിന് മതമോ ജാതിയോ രാഷ്ട്രീയമോ മറ്റേതെങ്കിലും തരത്തിലുള്ള നിറം കൊടുക്കേണ്ടതായിട്ടേ ഇല്ല. ഇതിനിരയാകുന്ന ആൾ അത് കുട്ടിയാകാം, പ്രായമുള്ള ആളാകാം. അതിലേറ്റവും പ്രയാസപ്പെട്ടു വരുന്നത് കുട്ടികളുടെ കാര്യത്തിലാണ്. ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് ആണ് യഥാർത്ഥ മാഫിയ പ്രവർത്തിക്കുന്നത്. നമ്മൾ പലരെയും മാഫിയ എന്ന് വിളിക്കാറുണ്ട്. പലരെയും മാഫിയ എന്ന് വിളിച്ച് ശീലമുള്ളവരാണ്. അതെ. പക്ഷേ യഥാർത്ഥ മാഫിയ ഇവരാണ്. അതായത് ഇവിടെ കിടക്കുന്നതല്ല, അന്താരാഷ്ട്ര ബന്ധങ്ങളടക്കം അതിനുണ്ട്. വളരെ ശക്തവുമാണ്. അപ്പോൾ അതിങ്ങനെ പരന്ന് കിടക്കുകയാണ്. അവരുടെ സ്വാധീനം വ്യാപിപ്പിക്കാനുള്ള ഗൗരവമായ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതീവ ഗൗരവമായി ഇടപെടേണ്ട ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സ്കൂള് അധ്യാപകർ ആ കുട്ടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭാവവ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ കഴിയും. അത് ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് എന്താണ് എന്ന് പരിശോധിക്കുകയും വേണം.